നമസ്കാരം, ഞാൻ വിനോദ്. പൈനിയർ സ്റ്റഡീസിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ മറന്നുപോയോ? എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ? എന്നുവെച്ചാൽ വരുന്നു, പോകുന്നു, എഴുതുന്നു, പിന്നെ പതിവായി ചെയ്യുന്ന കാര്യങ്ങള്, പൊതുവായ സത്യങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. കാരണം ഇന്നത്തെ വീഡിയോ മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണുന്നത് ഉചിതമായിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് എങ്ങനെ എഴുതണം? സബ്ജക്റ്റ് ആദ്യം എഴുതണം. ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും ഒന്ന് എഴുതണം. പിന്നെയോ വെർബ് വൺ, ING, ഒബ്ജക്റ്റ്. ഇതാണ് അതിന്റെ രൂപം. ഞാൻ സിമ്പിൾ പ്രസന്റ് ടെൻസിലും ഇങ്ങനെ പറഞ്ഞു. സബ്ജക്റ്റ്, വെർബ് വൺ, ഒബ്ജക്റ്റ്, അങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? അതുപോലെ ഇതിനുമുണ്ട് ഒരു സൂത്രവാക്യം അല്ലെങ്കിൽ. ഇനി ഏതൊക്കെ സന്ദർഭത്തിലാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ടത്? വന്നുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ നടക്കുന്ന കാര്യം, അല്ലാണ്ട് കഴിഞ്ഞു പോയതല്ല, വരാൻ പോകുന്നതല്ല. അത് പ്രത്യേകം ഓർക്കണം. ഇപ്പം ഈ പറയുന്ന സന്ദർഭത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറയുന്നത്. ഇനി ഞാനിവിടെ ഒരു മലയാളം സെന്റൻസ് എഴുതിയിട്ടുണ്ട്. എന്താണ്? ഞാനൊരു മാങ്ങ തിന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തിന്നുക, അങ്ങനെയാണെങ്കിൽ മാത്രം. ഇന്നലെ തിന്നതോ നാളെ തിന്നുന്നതോ പറയരുത്. ഞാനൊരു മാങ്ങ തിന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് എങ്ങനെ എഴുതാം അത്? ആദ്യം എന്ത് എഴുതണം? സബ്ജക്റ്റ് അല്ലേ? അത് ആണ്. ആരാ തിന്നുന്ന മാങ്ങ? ഞാൻ, ഐ. പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതണം. ഇതേയുള്ള ഐ കഴിഞ്ഞത് വേണം, ഐ ആം. പിന്നെ എന്താണ് എഴുതേണ്ടത്? വെർബിന്റെ ഒന്നാമത്തെ രൂപം തിന്നുക. എന്താണ് തിന്നുക എന്നുള്ളതിന്റെ വെർബ്? ഈറ്റ് അല്ലെ? ഈറ്റ് എന്നുള്ള വെർബിന്റെ ഈറ്റ്, എയ്റ്റ്, ഈറ്റ് എന്നാണ് 3 രൂപം വെർബിന്. നമ്മൾ ത്രിമൂർത്തികളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? അതില് വെർബിന്റെ ഈറ്റ് എന്നുള്ളതാണ് വെർബിന്റെ ഒന്നാമത്തെ രൂപം. ഐ ആം ഈറ്റ്. പിന്നെയോ ING ചേർക്കണം അല്ലെ? വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ ING, ഈറ്റിംഗ്. ഇനി എന്താണ് തിന്നുന്നത്? മാങ്ങ, മാങ്കോ അല്ലെ? ഒരു മാങ്ങ ഉണ്ടോ? ഐ ആം ഈറ്റിംഗ് എ മാങ്കോ. സബ്ജക്റ്റ് ഈസ്, ആം, ആർ ഏതെങ്കിലും ഒന്ന്. വെർബ് കൊണ്ട് ഈറ്റ്, അതിൻ്റെ കൂടെ ING, പിന്നെ ഒബ്ജക്റ്റ്. എന്താ തിന്നുന്ന? മാങ്ങ. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ രൂപം അല്ലെ? ഇനി ഞാൻ മാങ്ങ തിന്നു എന്ന് എഴുതി. ഇനി ഞങ്ങൾ മാങ്ങ തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയണത് എങ്ങനെ എഴുതണം? ഞങ്ങൾ എന്നുള്ളതിന് വി. ഇതിൽ ഈസ്, ആം, ആർ ഇതിലേത് വേണം? വി കഴിഞ്ഞിട്ട് വി ആർ. ഈസ് അല്ല അല്ലെ? വി പ്ലൂറൽ അല്ലേ? സിംഗിൾ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. വി ആർ. പിന്നെ ഈറ്റിംഗ് എ മാങ്കോ. കണ്ടോ? ഐ, വി. ഇനി നീ മാങ്ങ തിന്നുവാണെങ്കിൽ എങ്ങനെ എഴുതണം? യു ആർ. നീ മാങ്ങ തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ ഈറ്റിംഗ് എ മാങ്കോ. ഇനിയാണ് തേർഡ് പേഴ്സൺ സിംഗുലറായ ഹി, ഷീറ്റ് വരുന്നത്. ഹി, ഷീ, ഇറ്റ്. തേർഡ് പേഴ്സൺ സിംഗുലർ നമ്മൾ സിമ്പിൾ പ്രസന്റ് പഠിച്ചപ്പോൾ ഇവന്മാർ വില്ലന്മാരായിരുന്നു അല്ലേ? അതുപോലെ ഇവിടെയും ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈസും ആമും ആറും എന്നല്ല ചേർക്കണ്ടേ? അല്ല, ആമും ആറും എന്നല്ല, പിന്നെ ഏതാ? ഈസ് ആണ് ചേർക്കണ്ടേ. ഹി ഈസ്. കണ്ടോ? ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. ഈസേ വരുള്ളൂ തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ. പിന്നെ ഈറ്റിംഗ് എ മാങ്കോ. അങ്ങനെയാണ് തന്നെ. ഇനിയോ അവനോ അല്ലെ അവളോ ഒന്നി കൂടുതലുണ്ടെങ്കിൽ എന്ത് പറയും? അവർ എന്ന് പറയും അല്ലെ? ദേ ആർ ഈറ്റിംഗ് എ മാങ്കോ. അപ്പൊ ഏതൊക്കെയാണ്? ഐ കഴിഞ്ഞ് ഐ ആം എന്ന് പറയും, വി കഴിഞ്ഞ് ആറ് പറയും, യു കഴിഞ്ഞ് ആറ് പറയും, ഹി, ഷീറ്റ് വരുമ്പോൾ മാത്രം ഈസ് പറയും അല്ലെ? ദേ വരുമ്പോൾ ആറ് പറയും. അപ്പം ഐ ആം ഈറ്റിംഗ് എ മാങ്കോ, വി ആർ ഈറ്റിംഗ് എ മാങ്കോ, അങ്ങനെ ഹീസ് ഈറ്റിംഗ് എ മാങ്കോ. അങ്ങനെ ആ രീതിയിലാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ രൂപം. അപ്പൊ മലയാളം നമുക്ക് ഏത് സെന്റൻസ് വേണമെങ്കിലും അങ്ങനെ എഴുതാം അല്ലെ? നമുക്ക് വേറൊരു സെന്റൻസ് കൂടെ എഴുതി നോക്കാം. ബാബു ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അല്ലെ? പോയിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ പാടിക്കൊണ്ടിരിക്കുന്നു എന്നായിരുന്നു. ബാബു ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ആരാണ് സബ്ജക്റ്റ്? ബാബു അല്ലെ? ബാബു. പിന്നെ എന്നെ എഴുതണം? ഈസ്, ആം, ആർ ഇതിലേതാണ് ബാബു കഴിഞ്ഞ് വരേണ്ടത്? ഈസ്. ഈസ്. പിന്നെ
വെർബ് 1 പാടുക എന്നുള്ള ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി അല്ലേ. അപ്പൊ ഏതാണ് അതിന്റെ വെർബ് 1? സിങ്. പിന്നെ ING സിംഗിങ്. ബാബു ഈസ് സിംഗിങ്. ഇനി എന്താണ് പാടിക്കൊണ്ടിരിക്കുന്നത്? അതാണ് ഒബ്ജക്റ്റ് അല്ലെ. എന്താ പാടുന്നത്? പാട്ട്. അപ്പൊ സോങ്. സോങ് ഉണ്ടോ? ബാബു ഈസ് സിംഗിങ് എ സോങ്. ബാബു ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എഴുതുന്ന രൂപം. ഇനി രണ്ടൊന്ന് സെന്റൻസ് ഞാൻ ഇവിടെ എഴുതിയിടാം. അത് ഏത് ടെൻസ് ആണ് നമുക്ക് നമ്മൾ 2 ടെൻസാണ് പഠിച്ചത്, സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസും അല്ലേ. അത് നമുക്ക് കമ്പയർ ചെയ്യാം. AB is drawing a picture. No, baby is drawing a picture. Baby സബ്ജക്റ്റ്. പിന്നെ ഈസ് ഉണ്ട്. ഈസ് ആമാർ ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞു. ഈസ് ഉണ്ട് പ്ലസ് ഈസ്. പിന്നെയോ വെർബ് ING കണ്ടോ. വെർബ് ING. വെർബ് 1 ING. വെർബ് 1 പ്ലസ് ING പ്ലസ് ഉണ്ടോ ഒബ്ജക്റ്റ്. ഇങ്ങനെ എഴുതി നോക്കണം. അപ്പൊ നോക്കിക്കേ, ഈ രൂപം കിട്ടി. അപ്പൊ ഇത് ഏത് ടെൻസാണ്? പ്രസന്റ് കണ്ടിന്യൂസ്. കണ്ടോ, ഇങ്ങനെയാണ്. ഇങ്ങനെ അടുത്തത് പറഞ്ഞ എഴുതി കാണിച്ചു തരാം. മീന ഈറ്റ്സ് ആപ്പിൾ. ഈറ്റ്സ് ആൻ ആപ്പിൾ. മീന ഒരു ആപ്പിൾ തിന്നുന്നു എന്നാണ് അല്ലേ. അല്ലോ, മീന എന്നുള്ളത് സബ്ജക്റ്റ് പ്ലസ് ING വല്ലതും ഉണ്ടോ? ഈ സാമാറുണ്ടോ? ഒന്നുമില്ല. വെർബിന്റെ ഈറ്റ് എന്നുള്ള ഒന്നാമത്തെ രൂപ. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ എന്നാണ് 3 രൂപ അല്ലേ. വെർബിന്റെ ത്രിമൂർത്തികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ഓർക്കുന്നുണ്ടോ? അത് തന്നെ, ഈറ്റ്. അതിൻ്റെ ഇവിടെ എസ് വന്നേക്കണുണ്ട്. എന്താണ് എസ് വരാൻ കാരണം? മറന്നുപോയോ? തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് മീന അല്ലേ, ഷീക്ക് വരും. അപ്പം മീന ഈസ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ മീന തേർഡ് പേഴ്സൺ സിംഗുലർ ആവുകൊണ്ട് വെർബിന്റെ കൂടെ എസ് ചേർത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല വില്ലനായിരുന്നു. മീന തേർഡ് പേഴ്സൺ സിംഗുലർ, അതുകൊണ്ട് എസ് ചേർത്തു. മീന ഈസ് ആൻ ആപ്പിൾ. സബ്ജക്റ്റ് പ്ലസ് വെർബ് 1 പ്ലസ് ഇത് ഒബ്ജക്റ്റ് ഉണ്ടോ. സബ്ജക്റ്റ് പ്ലസ് വെർബ് 1 പ്ലസ് ഒബ്ജക്റ്റ് ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സെന്റൻസ് കാണുമ്പോഴും ഏത് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലായാൽ നമുക്ക് റിപ്പോർട്ട് സ്പീച്ചും പാസീവ് വോയിസോ ക്വസ്റ്റ്യൻ ടാഗോ എന്തും വന്നോട്ടെ വളരെ ഈസി ആയിട്ട് നമുക്ക് പുഷ്പം പോലെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരിടത്തും ഒരു മാർക്കും പോകില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച പ്രസന്റ് കണ്ടിന്യൂസ്. വന്നുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞു പോയത് പറയരുത്, വരാൻ പോകുന്നതും പറയരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് ശേഷമുള്ള പ്രസന്റ് പെർഫെക്റ്റ് ടെൻസുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ.